ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ സമയം 6:30 മണി 6:45 ആവാനായിരിക്കണം കേട്ടോ വൈകുന്നേരം. അപ്പം നാളെ ദോശക്കുള്ള അരി വെള്ളത്തിലിടാണ്. 6:45 കേട്ടോ വെള്ളത്തിലിടുന്നത്. അപ്പം 2 കപ്പ് 2 നാഴി അരി കേട്ടോ 2 നാഴി അരി വെള്ളത്തിലിട്ടു. അപ്പോൾ 1/4 കപ്പ് ഉഴുന്നും ഇട്ടു, 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടു. എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അരി നാളെ ദോശ ഉണ്ടാക്കാമല്ലോ, അരി വെള്ളത്തിലിടാൻ ഞാൻ മറന്നിനി. അപ്പം 6:45 അയക്കണേ, എന്നാലും നമുക്ക് ദോശമാവ് ഈ നേരത്തെ ഇട്ടാലും ദോശ നന്നാവും കേട്ടോ. അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ കുറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞിനി ഈ ദോശമാവ് ഇങ്ങനെ പൊന്തി വന്നിട്ട് അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചിനി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ നല്ലോണം കഴുകിയിട്ടാണല്ലോ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ഈ കുതിരാൻ വെച്ച വെള്ളത്തിൽ തന്നെ നമുക്ക് അരി അരച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് കഴുകിങ്ങാണ്ട് വെള്ളത്തിലിടാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊരു രാത്രി ഒരു 9 മണിക്കാണ് ഞാൻ അരി അരച്ചെടുക്കണത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞാൽ നമ്മൾ അരി വെള്ളത്തിലിടുമല്ലോ, അപ്പോൾ അതിൻ്റെ മേൽഭാഗം മൂടുന്നത് വരെ വെള്ളം ഒഴിച്ച് വെക്കുക. പിന്നെ ഞാനൊരു കയ്യിൽ ചോറും ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് നല്ലോണം ഫൈനായി ആ വെള്ളത്തിൽ തന്നെ അരച്ച് കൊണ്ടുവരിക. നല്ലോണം അരയണം കേട്ടോ, നല്ലോണം അരഞ്ഞാലേ നമ്മളെ മാവ് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് അപ്പസോഡ ഇട്ടുങ്ങാണ്ട് മിക്സ് ചെയ്തുങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് ഇറക്കി വെക്കുക കേട്ടോ. വീഡിയോ ഒന്ന് മിസ്സായി പോയിക്കണം ഞാൻ ഇട്ട് കൊടുക്കണത്. ഇനി നമുക്ക് രാവിലെ കാണാം. അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മളതായിട്ട് ചെയ്യാണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 6-6:15 ആയിക്കണ്ട കിച്ചണിലെത്തിയപ്പം 6:30 വാവക്ക് മദ്രസക്ക് പോകണം. അപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലെത്തിയത്. അവന് പിന്നെ രാവിലെ ചായ ഒന്നും കുടിക്കൂല, അങ്ങനെ തന്നെ പോകും. ചിലപ്പോൾ ഒരു സ്വഭാവം, ചിലപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കും. അപ്പോൾ നമ്മൾ മാവിൻ്റെ അവസ്ഥ കണ്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഇന്നലെ നമ്മൾ 6:45 ആവാനായിക്കണില്ല അരി വെള്ളത്തിലിട്ടപ്പോൾ അത് ഞാൻ ഇന്നലെ തന്നെ ടൈമൊക്കെ കാണിച്ചെന്നത്. എന്നാലും നമ്മളെ മാവ് കണ്ടോ നല്ലോണം സെറ്റായി വന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ നമ്മൾ ഇറക്കി വെച്ച പാത്രം ഉണ്ടല്ലോ, അതിൽക്കന്നെ മാവൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ആകെ എല്ലായിടത്തും മാവന്നെ ഇക്കാരം. ഇനി നമുക്ക് ഉപ്പിട്ടുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് മാറ്റി വെക്കാം. അപ്പം ഇനി ചോറും കൂട്ടാനും കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടോ ഞാൻ ദോശ ചുട്ടെടുക്കുള്ളൂ. അവൾക്ക് 8:15 ട്യൂഷന് പോകണം. പിന്നെ അവിടെ നിന്നാണ്ട് സ്കൂൾക്ക് പോകലാണല്ലോ. അപ്പോൾ പിന്നെ ചോറും കൂട്ടാനൊക്കെ ആവണം. മാവ് ഉപ്പിട്ടുങ്ങാണ്ടൊന്നേ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചുടാനാകുമ്പോഴത്തേനൊന്നും കൂടി പൊങ്ങി വരും. അപ്പോൾ ഞാൻ അരിയൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നിറയെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഞാൻ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പശൻ്റെ ഒട്ടലുണ്ടാവില്ല ചോറിന്, അപ്പോൾ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അത് അവിടെ കുക്കറിൽ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ബീട്രൂട്ട് ഉണ്ടായിനി, അതൊക്കെ നല്ലോണം കഴുകി തൊലി കളഞ്ഞ് അതും കൂടി ചോപ്പറിലിട്ടുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുവരെയും ഓണപ്പൂട്ടൊക്കെ അല്ലേനോ. അപ്പോൾ ഇനി സ്കൂൾ തുറന്ന് രാവിലത്തെ എല്ലാ വീട്ടത്തെ അവസ്ഥ തന്നെ തിരക്കുകൊണ്ട് തിരക്കായിക്കാരം. രാവിലെ ആദ്യം ചോറും കൂട്ടാനാണല്ലോ വേണ്ടത്. അങ്ങനെ നമ്മളെ ബീട്രൂട്ടൊക്കെ ചോപ്പറിലിട്ടുകൊണ്ട് നല്ലോണം വലിച്ചെടുത്തുകൊണ്ട് ഒരു പാത്രത്തൊക്കെ മാറ്റി വെച്ച് പിന്നെ അതേപോലെ ബാക്കിയുള്ളതും അതേമാതിരി വലിച്ചെടുത്തിട്ടോ ഇനി നമുക്ക് ഉപ്പേരിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ടുകൊണ്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറേ കൂട്ടുകാർ നമുക്ക് ഹോം ടൂർ ഇടുമെന്ന് ചോദിച്ചിനി. അപ്പോൾ ഞാൻ ഹോം ടൂർ ഇടാം. അപ്പോൾ കുറച്ച് പണിയും കൂടി അവിടെ ബാക്കിയുണ്ട്. അതേപോലെ ഇവിടെ ഉള്ള പണിക്കാർ പോയിക്കണം. ഇനി കുറച്ച് പെയിൻറ്റിങ്ങും കൂടി ഉണ്ടാവും, കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ ചെയ്യേണ്ടത്. അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, അതൊന്ന് ഒരു 4-5 കാന്താരി ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തേക്കണേ. അതും അങ്ങനെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇപ്പോൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനൊന്നും അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അടുത്തപ്പം വീഡിയോ ഒന്ന് കാണിച്ചു രാവിലത്തെ ഓരോരോ തിരക്കാട്ടം ഞാൻ കാണിക്കണത്. പിന്നെ ഞാനേക്ക് കുറച്ച് ഉപ്പിട്ടെടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്ന് വാടി കഴിഞ്ഞിട്ടാൽ പിന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് നമ്മളെ ദോശമാവിൻ്റെ റെസിപ്പി കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കാരണം കുറേ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിനി ഞാൻ വീഡിയോ ചെയ്തിരിക്കണം, എന്നാലും ചിലപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടാവും ഇക്കാരം, അതുകൊണ്ട് ഇക്കാരം ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിലിട്ടതാണ്. അപ്പോൾ ഞാൻ ഒന്ന് വാടി വന്നപ്പോൾ പിന്നെ ഞാൻ തേങ്ങ ചതച്ച് വെച്ചത് അതൊട്ട് കൊടുത്തു കേട്ടോ. തേങ്ങയും 2 ചെറിയ ഉള്ളി ഇട്ടുകൊണ്ടാണ് ചതച്ചത്. അങ്ങനെ അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കടുകിട്ടാകെ പൊട്ടിത്തെറിക്കണം, അതിനാണ് ഈ അടച്ച് വെച്ചത്. ഇനി വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇട്ടെടുത്തുകൊണ്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് നല്ലോണം വെന്ത് വരുതിട്ടോ, കുറേ അധികം തിളച്ചിങ്ങനെ കിടക്കരുത്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അങ്ങനെ തുള്ളിങ്ങോണ്ട് നിൽക്കും. പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റി വെച്ചുകൊണ്ട് ഒന്നും ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് ഗ്യാസ് ഓഫ് ചെയ്യണം. നല്ലോണം വെട്ടി തിളച്ചാൽ നമ്മളെ ഇതിൻ്റെ ഈ ചട്നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ശരിക്കും ഈ അരപ്പക്ക് തൂമിച്ച് ഒഴിച്ചാലും മതി കേട്ടോ. എന്താ പിന്നെ എങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മളെ ഉപ്പേന് റെഡി ആയിക്കണേ, ഞാൻ അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് പാലൊരടുപ്പത്ത് അത് വെച്ചിക്കണ്. നമ്മളെ ചോറിൻ്റെ വിസിൽ വന്നിട്ടില്ല, അതൊരടുപ്പത്ത് അതുണ്ട്. ഇനി നമുക്ക് ദോശയും ചുട്ടെടുക്കാം. ഈ ദോശമാവ് അരക്കുമ്പോഴേ തലേന്ന് തന്നെ ഉപ്പിട്ടേക്കരുത് കേട്ടോ. നമ്മൾ രാവിലെ എണീച്ചിങ്ങാണ്ട് ദോശ ചുടുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉപ്പിട്ടുങ്ങാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. തലേന്ന് തന്നെ നമ്മൾ ഉപ്പിട്ട് വെച്ചാൽ എന്താ പറയുക, ഒരു പുളിപ്പേക്കാരം ദോശക്ക്. ഇതിങ്ങനെ ആകുമ്പോൾ ഒരു പുളിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ദോശ പുളിപ്പ് വേണ്ടി വരില്ലേ, ദോശ ഇഡലിയൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ പുളിപ്പ് പറ്റൂല കേട്ടോ, തീരെ പറ്റൂല. അപ്പോൾ പുളിയില്ലാത്ത ദോശയാണെങ്കിൽ എല്ലാവരും കഴിക്കും. അപ്പോൾ പുളിയില്ലാതെ നിൽക്കണമെങ്കിലേ തലേന്ന് ഉപ്പിടരുത്, രാവിലെ ഉപ്പിട്ടുങ്ങാണ്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചുടുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഉപ്പിട്ടുങ്ങാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കുന്ന കാരണം ഞാൻ മേലക്കൂടെ അങ്ങനെ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇരുമ്പിൻ്റെയിലാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് തടവിയിട്ടാണല്ലോ ദോശ ചുട്ടെടുക്കുക, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കണ്ടോ നമ്മളെ ദോശയൊക്കെ ഉഷാറായി കിട്ടിയിരിക്കണേ. അപ്പോൾ അങ്ങനെ ദോശ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുക. അപ്പം ഞാൻ ഈ രീതിയിലാട്ടോ ദോശമാവ് തയ്യാറാക്കൽ. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെയാണോ ദോശക്കൊക്കെ മാവ് അരക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടേ. അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയാമല്ലോ. അങ്ങനെ ദോശ ചുട്ടെടുക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇത് വന്നിക്കണം, ഓന് പോകണേ 7 മദ്രസക്ക്. അപ്പോൾ ഓനും ചാടിച്ച് കണ്ടാണ് പോകൽ. പിന്നെ ചായയും കടയൊന്നും കുടിച്ചാതെ കേട്ടോ. അപ്പോൾ ഓന് 6 മണി 6:30 ആകുമ്പോൾ ചായ കുടിച്ചാൽ ഇറങ്ങൂല. അവന് പിന്നെ ഒരു 8 മണിയൊക്കെ ആവണം. അച്ചാറോ അപ്പത്തേക്ക് അച്ചാറോ അങ്ങനെ ആരെങ്കിലും കൂട്ടലുണ്ടോ? അപ്പത്തേക്ക് മടക്കി വെച്ചിക്കണേ. ഇനി കറി പറഞ്ഞതിന്ന് അങ്ങനെ അപ്പത്തേക്ക് അച്ചാറൊക്കെ കൂട്ടി തിന്നണവരുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളെ ദോശയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. ഒരാൾ രാവിലെ തന്നെ ഭയങ്കര ഇളക്കണം. ആദ്യം കുഴപ്പമൊന്നുമില്ല, അച്ചാറും കൂട്ടിയിട്ടാണേലും ദോശയൊക്കെ കഴിക്കുന്നുണ്ട്. ഓന് പിന്നെ ചട്നി ഒന്നും വേണ്ട, അച്ചാറും കുട്ടി കണ്ടൊക്കെ തിന്നണത്. ആ മുട്ട ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അപ്പോൾ കഴുകിയിട്ടില്ല. അപ്പോൾ 2 മുട്ട പൊരിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് ഒരു പാത്രത്തേക്ക് പൊട്ടിച്ച് വെച്ച്. വാവക്ക് പിന്നെ ഉപ്പേരിയും മുട്ട പൊരിച്ചതുമാണ് കേട്ടോ. മുട്ട പിന്നെ രാവിലെ അങ്ങനെ കൊടുത്തയക്കലില്ല, കാരണം നമ്മൾ ഉച്ചക്ക് കഴിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് തണുത്തുങ്ങാണ്ട് വേറെ കോലത്തിലാവുമല്ലോ. അങ്ങനെ നമ്മൾ ചോറിൻ്റെ വിസിലൊക്കെ പോയിക്കണ്. അതും തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചങ്ങാണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ പശൻ്റെ മാതിരി ഒട്ടലുണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലോണം ഊറ്റിയെടുക്കുക. ഇങ്ങനെ നല്ലോണം വെള്ളം ഒഴിച്ച് ചോറ് വെച്ചാൽ നമ്മൾ കുക്കറിലാണ് ചോറ് വെച്ചതെന്നുള്ള ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കണ്ടി. അതേപോലെ ഒറ്റ വിസിലാണ് കേട്ടോ. എൻ്റെ കുക്കറിന് 1 വിസിലാണ് ചോറിന്. നല്ല വേവുള്ള നമ്മളെ എന്താ പറയുക, കാളവണ്ടി പറഞ്ഞ അരി ഉണ്ടല്ലോ, അതാണ് ഈ അരി. അപ്പോൾ ഒറ്റ വിസിലിന് തന്നെ പാകത്തെ വേവായി കിട്ടും. അപ്പം അങ്ങനെ വാവ വന്നിക്കണം കേട്ടോ. ഓനും ചായ എടുക്കുന്നുണ്ട്. അപ്പം ഇനി ഓന് ചോറൊക്കെ പാക്ക് ചെയ്യട്ടെ. അങ്ങനെ ഈ സ്കൂളിലെ ദിവസം പണിയൊക്കെ നേരത്തെ ഒരുങ്ങൂലേ. ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ രാവിലെ ആവുമല്ലോ. പിന്നെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ ഈ ഉപ്പേരി കൂട്ടി കണ്ടനെ ഞാൻ ചോറ് കഴിക്കൂട്ടോ. പിന്നെ മറ്റോലൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ രാത്രി ആകുമ്പോൾ എല്ലാവരും എത്തും, പിന്നെ അപ്പോഴത്തേനും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ബീട്രൂട്ട് തോരനും ഒരു മുട്ട പൊരിച്ചതൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ ലഞ്ച് ബോക്സ് സെറ്റാക്കിക്കണ്. ഇനി ഇതുകൊണ്ടതും സെറ്റാക്കാണ്ടാവും. പിന്നെ 10 മണിയാകുമ്പോൾ പോവാൻ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചായടി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ രാവിലത്തെ സ്മൂത്തിയൊക്കെ അടിച്ചെടുത്തുകൊണ്ട് ഇനി അതൊന്ന് കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചിയാ സീഡ് കുതിർത്തി വെച്ചതാട്ടോ ഒഴിച്ചു കൊടുക്കണത്. അതാകുമ്പോൾ നമുക്ക് വിശപ്പിനെ തടയുമല്ലോ. അപ്പോൾ അങ്ങനെ അത് നല്ലോണം ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത്. പ്രോട്ടീൻ പൗഡറൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഓട്സും അതേപോലെ നമ്മളെ നട്ട്സും ഒക്കെ കുതിർത്തി വെച്ചത് അത് ഒരു റോബസ്റ്റാപ്പായ ഇട്ടുകൊണ്ട് അടിച്ചതാട്ടോ സ്മൂത്തി. പിന്നെ ഒക്കെ ഞാൻ ചിയാ സീഡ് കുറച്ച് നമ്മളെ ഫാറ്റില്ലാത്ത പാലുണ്ടല്ലോ, ആ പാൽ ഒഴിക്കും. നമ്മളെ ഈ പാല് തിളപ്പിച്ചിട്ട് അതിൻ്റെ പാട മാറ്റിയിട്ട് ആ പാൽ ഒഴിച്ചാലും മതി. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടോ. അപ്പോൾ ഇനി വാവ സ്കൂൾക്ക് പോവുകയാണ്. അപ്പം ഹോം പോകണമെന്ന് നോക്കിയാണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ സ്മൂത്തി കഴിക്കുക കേട്ടോ.
അപ്പോൾ നമ്മളെ വീഡിയോസ് ഇന്നത്തെ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.